ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നിപ്പിൾ പെയിൻ ഉണ്ടോ, നിപ്പിളിൽ ക്രാക്സോ അല്ലെങ്കിൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? വലിയൊരു ശതമാനം അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണിത്. നിപ്പിൾ പെയിൻ, സോർനെസ്, ക്രാക്സിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ 5 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യത്തേത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. ബ്രസ്റ്റ് മിൽക്ക് വളരെ നല്ലൊരു ഹീലിംഗ് ഏജന്റ് ആണ്. കുഞ്ഞ് ഫീഡ് ചെയ്തതിനു ശേഷം കുഞ്ഞിന്റെ സലൈവ ബ്രസ്റ്റിൽ നിന്ന് ഫുള്ളി തുടച്ച് കളഞ്ഞിട്ട് കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ചുറ്റും തേച്ച് വെക്കുക. അത് എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യാം. ഏറ്റവും എക്കണോമിക്കലും നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അടുത്തത് ബട്ടർ അല്ലെങ്കിൽ നെയ്യ്. ഇതിലൂടെ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സും അതിനെ തുടർന്നുണ്ടാകുന്ന സോർനെസ്സും ക്രാക്സും എല്ലാം ഹീലാവാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് വെർജിൻ കോക്കനട്ട് ഓയിൽ, വെന്ത വെളിച്ചെണ്ണ. വളരെ സൂത്തിങ്ങും ആണ്, നിപ്പിൾ സോർനെസ്സും പെയിനും ഒക്കെ നല്ല രീതിയിൽ ഹീൽ ചെയ്യുകയും ചെയ്യും. ഇത് ലിപ് കെയർ ഓയിൻമെന്റ് ആണ്. നിങ്ങളിൽ പലരും ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്നതാണ്. വളരെ ചീപ്പായിട്ടുള്ള എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇതിൽ ലനോലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് വരുന്നത്. ഇത് സേഫ് ആണ്. ഇത് കുഞ്ഞ് ഫീഡ് ചെയ്യാത്ത സമയത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നതിന് മുന്നേ വൈപ്പ് ചെയ്തിട്ട് കുഞ്ഞിനെ വീണ്ടും ഫീഡ് ചെയ്യാം. ഇത് ലാൻസിനോന്റെ നിപ്പിൾ ക്രീം ആണ്. ഇതിലും പ്യൂരിഫൈഡ് ലനോലിൻ തന്നെയാണ് വരുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് നിപ്പ് കെയറിനേലും, പക്ഷെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. കൊടുക്കുന്ന എമൗണ്ടിന്റെ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. പ്രസവം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ നിപ്പിളിൽ സൂചി കുത്തുന്ന പോലത്തെ പെയിൻ അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ, അത് ഫീഡ് തുടങ്ങി ഒരു 30 to 60 സെക്കൻഡ്സ് മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. അതല്ല ഒരു 1 മിനിറ്റിനേലും കൂടുതൽ അത് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഫീഡ് അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിപ്പിളിൽ ക്രാക്സോ ബ്ലീഡിങ്ങോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലാച്ച് ഇംപ്രോപ്പർ ആയതുകൊണ്ടായിരിക്കാം. അത് നോർമൽ അല്ല. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള നിപ്പിൾ പെയിൻ ഉണ്ടാവുക, ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുക, നിപ്പിളിൽ നിന്ന് പസ് ഡിസ്ചാർജ് ഉണ്ടാവുക, ബ്രസ്റ്റിന് വീക്കം വന്ന പോലെ ഉണ്ടാവുക, ബ്രസ്റ്റിൽ ചൂട് ഉണ്ടാവുക, ഫീവർ ഉണ്ടാവുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റിനെയോ ഡോക്ടറെയോ കാണിക്കേണ്ടതാണ്.